ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ടുപോയ പ്രതികൾ, സ്വർണ്ണപ്പാളി മാത്രമല്ല, കതക്, പീഠം, ഇതെല്ലാം അടിച്ചുകൊണ്ടുപോയ പ്രതികൾ ആരൊക്കെയാണെന്നും അതിന് ഒത്താശ ചെയ്ത ആരൊക്കെയാണെന്നും കോടതി നേരിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. കോടതിയുടെ അന്വേഷണത്തിൽ പ്രതികളെയെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. താമസിയാതെ അവരെ ചോദ്യം ചെയ്യും, അറസ്റ്റുണ്ടാകും. അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് തുടക്കം മുതൽ UDF, അതായത് പ്രതിപക്ഷം, സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയത് ഭരിക്കുന്നവരാണ്, കേരളം ഭരിക്കുന്നവരാണ്, അവരുടെ ഒത്താശയോടാണ് ഈ കള്ളങ്ങളെല്ലാം നടന്നിരിക്കുന്നത്, ഈ മോഷണം നടന്നിരിക്കുന്നത് എന്ന് നാട്ടിൽ വലിയ പബ്ലിസിറ്റി അവർ കൊടുത്തു കഴിഞ്ഞു ജനങ്ങളിലേക്ക്. അപ്പോൾ അത് മൂട്ടിച്ചതിൽ ഭരിക്കുന്ന ഗവൺമെൻറ് അറിയാതെ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രതികൾ ആരൊക്കെയാണ്? ഒന്നാം പ്രതിയാണ് പോറ്റി. മറ്റുള്ള പ്രതികളൊക്കെ അവിടുത്തെ സ്റ്റാഫ്, ഓഫീസിലെ സ്റ്റാഫുകളാണ്. ഇതിനൊക്കെ ഒത്താശ ചെയ്തതും കൂട്ടുനിന്നതുമൊക്കെ അവരെല്ലാം ലിസ്റ്റിൽ ഉണ്ട്. പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ നാട്ടിൽ? പോട്ടെ, ഈ ഗവൺമെൻറ് അന്വേഷിക്കുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, മന്ത്രിമാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ഭരിക്കുന്ന ഒരാൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കേസെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ബഹളം നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ കോടതി തന്നെ അത് നേരിട്ട് കേസെടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഭരണപക്ഷത്തുള്ളവർക്ക് യാതൊരു റോളുമില്ല. അത് നല്ലതുപോലെ മനസ്സിലാക്കുക. കോടതി നേരിട്ട് ഇടപെട്ട കാര്യമാണ്. അത് ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ ചേർക്കണം എന്നും പറഞ്ഞുകൊണ്ട് തെരുവിൽ വിപ്ലവം ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന പ്രതിപക്ഷ നേതാക്കന്മാരും ചിന്തിക്കുന്നത് കുറച്ച് നല്ല കാര്യമാണ്. നിങ്ങൾ പണ്ട് ശബരിമല വിഷയം വലിയ പ്രശ്നമുണ്ടാക്കി, തെരുവിൽ അയ്യപ്പ ഭക്തരെയൊക്കെ ഇറക്കി, പെണ്ണുങ്ങളെയും പിള്ളേരെയും ഒക്കെ ഇറക്കി വലിയ പ്രതിഷേധങ്ങളും മാർച്ചുകളും ഒക്കെ നടത്തി. ഇലക്ഷൻ വന്നു കഴിഞ്ഞ് വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സമരം കൊണ്ട് വല്ലതും നേട്ടം നിങ്ങൾക്കുണ്ടായത്? അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ സ്വർണ്ണമോഷണമെല്ലാം ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞ് ആരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഒരു അഴിമതിയില്ല, ഒരു മന്ത്രിമാരും അഴിമതി ചെയ്തിട്ടില്ല. നിങ്ങൾ കുറേ കേസുകളൊക്കെ കൊടുത്തല്ലോ, നിങ്ങൾക്ക് തന്നെ അത് അടി കിട്ടി. പിന്നെ ഇപ്പോൾ കോടതിയിലോട്ട് പോകാൻ നിങ്ങൾക്ക് തന്നെ പേടിയായിരിക്കുകയാണ്. സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുകയാണ്, മേലാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ കേസും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. അതൊക്കെ കോടതിക്ക് വെളിവെച്ചാൽ മതി, പറഞ്ഞാൽ മതി, സമയം കളയാൻ ഇങ്ങോട്ട് വരരുത്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് നല്ലൊരു അടി. ഇനിയിപ്പം സുപ്രീം കോടതിയും പോകാനൊക്കത്തില്ല. ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഈ സ്വർണ്ണമോഷണം നിങ്ങൾ ആരോപിച്ചു കോടതിയിൽ. പക്ഷേ അതിനൊന്നും സത്യത്തിൽ കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അങ്ങനെയൊന്നും വന്നില്ല. അത് നിങ്ങൾക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിപ്പോയി, ഒരു തിരിച്ചടിയാണ്. നിങ്ങൾ പറഞ്ഞതിനൊരു തിരിച്ചടി ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. തലശ്ശേരിയിലോ എവിടെയോ SFI ഏതോ കോളേജ് ജയിച്ചു, അതിൻ്റെ പേരിൽ അവിടെ അടി നടത്തേണ്ട കാര്യമുണ്ടോ?
പോലീസിനെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? പോലീസിനെ ആക്രമിച്ചത് കൊണ്ടല്ലേ ഷാഫി പറമ്പിൽ അടി കിട്ടിയത്? പോലീസിനെ ആക്രമിച്ച അവർ മന്ത്രിയാന്ന് പറഞ്ഞാലും അവരടിക്കും. പിന്നെ അല്ലേ എം പി മന്ത്രിയാണെന്ന് പറഞ്ഞാൽ അവരടിക്കും. അവരെ ഉപദ്രവിച്ച എത്ര പോലീസുകാർക്ക് പരിക്കുണ്ട്. അപ്പം നിങ്ങൾ അക്രമം കാണിച്ചതുകൊണ്ട് നമുക്ക് അടി കിട്ടി. കോളേജിൽ ഇലക്ഷൻ നടത്തി വിജയിച്ചതിന് നിങ്ങൾ അവിടെ എന്തിനാ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന വിഷയം ഉണ്ടാക്കി? അല്ല ആവശ്യമുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരവസരം കാണുന്നത് അതുകൊണ്ടാണ് സംഭവിച്ചത്. അന്ന് നിങ്ങൾ മൊത്തം കേരളത്തിലുടനീളം അക്രമങ്ങൾ അഴിച്ചുവിട്ടല്ലോ. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ പ്രതിക്കെതിരെ, ആ വ്യക്തിക്കെതിരെ ഒരക്ഷരം നിങ്ങൾ മിണ്ടില്ലല്ലോ. ഒരു മനുഷ്യനും തെരുവിലിറങ്ങിയില്ലല്ലോ. ആരെയും കണ്ടില്ലല്ലോ പ്രതിഷേധിക്കാൻ. എന്തായിരുന്നു? നിങ്ങളുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി? അപ്പം നിങ്ങൾ കേരളത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അധികാരത്തിൽ വരാമെന്നുള്ള ഒരു മോഹം നിങ്ങളിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ മാതിരി പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. പക്ഷേ ജനങ്ങൾക്കിതെല്ലാം അറിയാം. ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ നാടകങ്ങളെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും അടുത്ത ഇലക്ഷൻ. വീണ്ടും ഇടതുപക്ഷത്തിന് ഒരവസരം കൂടെ നിങ്ങൾ കൊടുക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പ്രക്ഷോഭം ഉണ്ടാക്കും നിങ്ങൾ. അത് നല്ല കാര്യമാണ്. ചെയ്തു. അധികാരത്തിൽ അവർ തന്നെ വീണ്ടും വരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ചുമ്മാതെ നേരം വെളുക്കുമ്പോൾ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്ന് പത്രസമ്മേളനം നടത്തുക. അതടിച്ചുകൊണ്ട് പോയി, ഇതടിച്ചുകൊണ്ട് പോയി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അയ്യപ്പനെ കൊണ്ട് അടിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഭാഗ്യമായി. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ ആർക്ക് വേണം? അതൊരു പാറയില്ലയോ, കല്ലല്ലയോ? അതാർക്കെങ്കിലും വേണം? അതാരും കൊണ്ടുപോകത്തില്ല എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ആക്ഷേപങ്ങൾ വെറുതെ അങ്ങുണ്ടാക്കുക. വെറുതെ ആരോപണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിലപ്പോകില്ല. പഴയ കാലമൊന്നും അല്ല. ജനങ്ങൾക്ക് അറിവും ബോധമൊക്കെ ഉണ്ടായി. അവരെല്ലാം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളേതെങ്കിലും രീതിയിൽ അവരെ മോശമായി ചിത്രീകരിച്ചാൽ അടുത്ത ഇലക്ഷന് ഞങ്ങളെല്ലാം അധികാരത്തിൽ വരും എന്നും പറഞ്ഞാൽ നിങ്ങളിരിക്കുന്നത്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അക്രമങ്ങൾ കൊണ്ടുവന്നു. ഇത് ജനാധിപത്യമല്ല. സ്വർണം കെട്ടവരെ കോടതി അറിഞ്ഞു, അവർക്കെതിരെ നടപടികൾ വരുന്നു, ഉണ്ടാകാൻ പോകുന്നു. പിന്നെയും നിങ്ങൾ ഭരണപക്ഷക്കാരെ എന്തുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നും പറഞ്ഞ് സമരം ചെയ്താൽ കോടതിയിലിരിക്കുന്ന ഒരു മണ്ടന്മാരല്ലല്ലോ അവിടുത്തെ ജഡ്ജിയൊന്നും. ആണോ? ഒരു മണ്ടന്മാരല്ലല്ലോ. നിങ്ങൾ പറയുന്നത് പോലെ എഴുതാനും പ്രതികളെ ചേർക്കാനും ഒക്കെ കോടതിയോട് പറഞ്ഞാൽ ചെയ്യൂ? ഇല്ല. അപ്പോൾ ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പം അബദ്ധമായി പോയി എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യം.